ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിനി ഇന്ന് നോക്കാൻ പോകുന്നത് സബ് ഏജന്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. ഓക്കെ, അതായത് സബ് ഏജന്റ് എന്താണെന്നും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ആണെന്നും അതേപോലെ ഏജന്റിന്റെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് നോക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് സബ് ഏജന്റ്? സബ് ഏജന്റ് എന്ന് പറഞ്ഞാൽ സബ് ഏജന്റ് ആക്ടിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഒറിജിനൽ ഏജന്റ്. അതായത് ഒറിജിനൽ ഒരു ഏജന്റ് ഉണ്ടാവും, അയാളുടെ കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ഒരു ഏജന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മെയിൻ ഒരു ഒറിജിനൽ ഏജന്റ് ഉണ്ടായിരിക്കും, അയാളുടെ കൺട്രോളിലായിരിക്കും ഈ ഏജന്റ് ആക്ട് ചെയ്തിരിക്കുന്നത്. അയാളെയാണ് നമ്മൾ സബ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സബ് ഏജന്റ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഏജന്റ് ഹോൾഡിംഗ് ആൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് അതോറിറ്റി ടു നെയിം അനദർ പേഴ്സൺ ടു ആക്ട് ഫോർ ദ പ്രിൻസിപ്പൽ ഇൻ ദ ബിസിനസ് ഏജന്റ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ അതോറിറ്റി, അതായത് പവർ എക്സ്പ്രസ് ചെയ്യാം, ഇംപ്ലൈഡ് ചെയ്യാം, ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന മറ്റൊരു പേഴ്സൺ, അതായത് പ്രിൻസിപ്പൽ, ഒരു ബിസിനസ് ഏജന്റ് ആയിരിക്കും. അതായത് ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും, അയാളുടെ ഒരു ബിസിനസ് ഏജന്റ് ആയിരിക്കാം ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അയാൾക്ക് എന്തുണ്ടായിരിക്കാം? ഒരാളുടെ കൺട്രോളല്ല, അയാളുടെ അതോറിറ്റീനെ എക്സ്പ്രസ് ചെയ്യുക, ഇംപ്ലൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ് ആണ്. മറ്റേത് പ്രിൻസിപ്പളിന്റെ കൺട്രോളായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒറിജിനൽ ഏജന്റിന്റെ കൺട്രോളായിരിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കൺട്രോളിലായിരിക്കില്ല, ഒരു ബിസിനസ് ഏജന്റ് ആയിരിക്കും അയാൾ. ഓക്കെ, അപ്പൊ അയാൾക്ക് എന്താണ്? അയാൾക്ക് ആ ബിസിനസിന്റെ മുകളിലുള്ള മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള റൈറ്റ്സ്, പവർ ഉണ്ടായിരിക്കും. ഇറ്റ്സ് നോട്ട് കൺട്രോളിലായിരിക്കില്ല അയാൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ സബ് ഏജന്റ് എന്താണെന്നും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്താണെന്നും പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് റൈറ്റ്സ് ഓഫ് എൻ ഏജന്റ്. ഒരു ഏജന്റിന് എന്തൊക്കെ റൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് റൈറ്റ് എന്താ? റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. ഓക്കെ, ഫസ്റ്റ് റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ, അതായത് റെമ്യൂണറേഷൻ കിട്ടാനുള്ള റൈറ്റ്സ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ആ വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏജന്റിന് റെമ്യൂണറേഷൻ, അതായത് അയാൾ വർക്ക് ചെയ്ത അതിനുള്ള റെമ്യൂണറേഷൻ, അതിന് പ്രതിഫലം കിട്ടാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ റൈറ്റ് ടു ലീൻ. റൈറ്റ് ടു ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു ലീൻ എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ ദി ഗുഡ്സ് ആണ്. അതായത് the agent may retain principal's money until this proper payment has been made. അതായത് പ്രോപ്പർ പേയ്മെന്റ് നടത്താൻ, അതായത് പ്രിൻസിപ്പളിൻ്റെ അടുത്തുനിന്ന്, അയാളുടെ ഏജന്റിന്റെ പ്രിൻസിപ്പൾ അടുത്തുനിന്ന് പ്രോപ്പർ പേയ്മെന്റ് വാങ്ങാനും അല്ലെങ്കിൽ ആ പേയ്മെന്റ് എന്തെങ്കിലും റീറ്റെയിൻ ചെയ്യാനുള്ള, റൈറ്റ് ടു ലീൻ എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ റീറ്റെയിൻ ചെയ്യാൻ, മണി റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റും ആർക്കും ഉണ്ടാവും? ഒരു ഏജന്റിന് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് റൈറ്റ് ടു ഇൻഡംനിഫൈഡ്. റൈറ്റ് ടു ഇൻഡംനിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? Right to an agent against his principal for the consequences of all lawful acts done by the agent performing his obligations. അതായത് റൈറ്റ് ടു ഇൻഡംനിഫൈഡ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ എന്താ പറയുക, എന്തെങ്കിലും കോൺസിക്വൻസസ്, ആ ഒരു ഏജന്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കോൺസിക്വൻസസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇൻഡംനിഫൈ, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് ആ എമൗണ്ട് ഇൻഡംനിഫൈ ചെയ്യാനുള്ള റൈറ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ലോ പ്രകാരം അത് ഇൻഡംനിഫൈ ചെയ്യാനുള്ള റൈറ്റ്സും ആർക്കും ഉണ്ടായിരിക്കാം? ഏജന്റിനുണ്ട്. ദെൻ റൈറ്റ് ടു റീറ്റെയിൻ. റൈറ്റ് ടു റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റൈറ്റ് ടു ലീൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് റൈറ്റ് ടു റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ, അതായത് റീറ്റെയിൻ ചെയ്യുക, അതായത് റിസീവ്ഡ് ആണ്, അതായത് നമ്മളെ എത്ര പണമാണോ നമുക്ക് കിട്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാൽ അത് പ്രിൻസിപ്പൽ അക്കൗണ്ടിൽ നിന്നും അത് നമുക്ക് എന്ത് ചെയ്യാം? റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ടായിരിക്കും? ഏജന്റിനുണ്ടായിരിക്കും. ദെൻ റൈറ്റ് ടു കോമ്പൻസേഷൻ. അറിയാമല്ലോ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അധിക ചിലവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേഷൻ വഹിക്കാനുള്ള റൈറ്റും ആർക്കുണ്ടായിരിക്കും? ഒരു ഏജന്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും 5 റൈറ്റ്സ് ആണുള്ളത്. റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ, റൈറ്റ് ടു ലീൻ,
റൈറ്റ് ടു ഇൻഡംനിഫൈഡ്, റൈറ്റ് ടു റീറ്റെയിൻ, ദെൻ റൈറ്റ് ടു കോമ്പൻസേഷൻ. അപ്പോൾ അത്രയും റൈറ്റ്സ് ആണ് ഏജൻറ്റിന് ഉണ്ടായിരിക്കുക. ദെൻ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് അടുത്തത് ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് എൻ ഏജൻറ്റ്. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണുള്ളത് നോക്കാം. ഇവിടെ ഞാൻ പോയിന്റ് എഴുതിയിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് എന്താ ഡ്യൂട്ടി ടു, പോയിന്റ്സ് വായിച്ചു തരാം. ഡ്യൂട്ടി ടു ആക്ട് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് കസ്റ്റം ഓഫ് ട്രേഡ്. ഓക്കെ, കസ്റ്റം ഓഫ് ട്രേഡിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക. ആ ട്രേഡ് എന്താണോ ട്രേഡിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ രീതി എന്താണോ അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ഏജൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ സെക്കൻഡ് വൺ, ഡ്യൂട്ടി ടു ആക്ട് വിത്ത് റീസണബിൾ കെയർ ആൻഡ് സ്കില്ല്. ഒരു റീസണബിൾ കെയർ ആൻഡ് സ്കില്ല് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക. അതായത് അയാളുടെ സ്കില്ല്, അയാൾക്കുള്ള എല്ലാ സ്കില്ലും ഒരു പ്രിൻസിപ്പളിന് ആവശ്യം ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ അയാൾക്ക് എന്താണോ അതിൻ്റെ ആൾ പറയുന്നത് എന്താണോ ആ രീതിക്ക് അനുസരിച്ചിട്ടുള്ള റീസണബിൾ കെയർ ആൻഡ് സ്കില്ലായിരിക്കാം ഏജൻറ്റ് വർക്ക് ചെയ്യേണ്ടത്. ദെൻ ഡ്യൂട്ടി ടു റെൻഡർ അക്കൗണ്ട്സ്. അതായത് ഒരു പ്രിൻസിപ്പൾ കറക്റ്റ്, ഒരു ഏജൻറ്റ് ഒരു പ്രിൻസിപ്പളിൻ്റെ കറക്റ്റ് അയാളുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം? പ്രോപ്പർ അക്കൗണ്ട്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്തൊക്കെയാണോ അയാൾക്ക് എന്തൊക്കെ, അതായത് അയാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണല്ലോ ഏജൻറ്റ്. അപ്പോൾ അയാൾ കറക്റ്റ് അയാളെ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് അയാൾക്ക് വന്നിട്ടുള്ള ചിലവ് വരവ് കണക്കുകൾ മൊത്തം പ്രിൻസിപ്പളിനെ കറക്റ്റ് പ്രോപ്പർ രീതിയിൽ അറിയിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ഏജൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ ഡ്യൂട്ടി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പ്രിൻസിപ്പൾ. അതായത് പ്രിൻസിപ്പൾ അയാളെ ഓണറായിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മസ്റ്റ് അയാളുടെ ഡ്യൂട്ടി ആയിരിക്കും. പിന്നെ നോട്ട് ടു ഡീൽ ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്സ്. അതായത് അയാൾ സ്വന്തമായിട്ട് അയാളെ അക്കൗണ്ട് വെച്ചിട്ട് ഉള്ള ഇതല്ല. നമുക്ക് അയാൾ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിന് അവരുടേതായ ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്തിട്ട് ആ രീതിക്ക് അത് കറക്റ്റ് പ്രിൻസിപ്പൽ ഏജൻറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്തിയിരിക്കണം. അതാണ് ഇത്രയും ഡ്യൂട്ടീസാണ് ഒരു ഏജൻറ്റിന് ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് ഡ്യൂട്ടീസ് ഓഫ് ദ ഏജൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനിയും കുറച്ച് ഡ്യൂട്ടീസ് കൂടി ഉണ്ട്. നോട്ട് ടു യൂസ് ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എൻ ഏജൻസി അഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പൽ. നോട്ട് ടു സെറ്റപ്പ് അഡ്വേഴ്സ് ടൈറ്റിൽ. ഓക്കെ, നോട്ട് ടു സെറ്റപ്പ് അഡ്വർടൈസ് എന്ന് പറഞ്ഞാൽ, അഡ്വേഴ്സ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പൾ എപ്പോഴും ഒരു പ്രിൻസിപ്പളിൻ്റെ കൺട്രോളിലായിരിക്കും ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പളിൻ്റെ ഒരു രീതിക്ക് അനുസരിച്ചായിരിക്കും ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത്. അയാളുടെ ഒരു സ്കില്ല് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അയാളുടെ ഒരു ഇഷ്ടത്തിനും ആയിരിക്കില്ല. അപ്പം ഒരു പ്രോഡക്റ്റ്, ഒരു ഏജൻറ്റിൻ്റെ ഗുഡ്സിൻ്റെ മുകളിലോ ഒരു പ്രോപ്പർട്ടീൻ്റെ മുകളിലോ അയാൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു അധികാരം ചെയ്യാനുള്ള അവകാശമില്ല. അതാണ് അഡ്വേഴ്സ് ടൈറ്റിൽ. അയാൾ എന്താണോ പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത് ആ ഡ്യൂട്ടി പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, ദെൻ നോട്ട് ടു മേക്ക് സീക്രട്ട് പ്രോഫിറ്റ്. അറിയാമല്ലോ, സീക്രട്ട്, അതായത് ഇതിലൊന്നും പെടാതെ അയാളെ പ്രിൻസിപ്പളിനെ പറ്റിച്ചിട്ടൊരു സീക്രട്ട് പ്രോഫിറ്റ് മേക്കിങ്ങോ അല്ലെങ്കിൽ ഇപ്പം ഒരു അനന്തർ പാർട്ടി ഡീലിങ്സ് ഒക്കെ ആകുമ്പം എന്താ വെച്ചാൽ ഈ പ്രിൻസിപ്പൾ അറിയാതെ അയാളുടെ പേരും പറഞ്ഞിട്ട് ഇയാൾ സ്വന്തം റിസ്കിൽ എന്തെങ്കിലും എന്താ പറയുക മാൽ പ്രാക്ടീസസ് ഒന്നും നടത്താതിരിക്കാനുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? സീക്രട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഏജൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഡ്യൂട്ടി ടു എക്സസൈസ് ഹിസ് അതോറിറ്റി പേഴ്സണലി. അതായത് ഇയാളുടെ പേഴ്സണൽ അതോറിറ്റി, അതായത് പേഴ്സണൽ നമ്മൾ പറഞ്ഞല്ലോ പേഴ്സണൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എന്താ പറയുക അധികാരം, അത് വെച്ചിട്ട് അയാൾ ഡ്യൂട്ടീസിനെ മാറ്റിക്കളയാനുള്ള റൈറ്റ്സ് ആർക്കില്ല? ഏജൻറ്റിനില്ല. ഡ്യൂട്ടി ഓൺ ദ ഡെത്ത് ആൻഡ് ഇൻസ്റ്റൻ്റ്ലി ഓഫ് ദ പ്രിൻസിപ്പൽ. അതായത് when an agency is terminated by the principal dying or become of unsound mind, അതായത് bound to take behalf of the representative of the late principal. അതായത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടീസ് ഓൺ ഡെത്ത് ഓർ ഇൻസിഡൻറ്റ്, അതായത് പ്രിൻസിപ്പൽ മരിച്ചു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാവണമെന്നുണ്ടെങ്കിലും പിന്നെ മുന്നോട്ട് അയാളുടെ ഒരു ഡ്യൂട്ടീസ് ഏറ്റെടുത്തിട്ട് ഇയാൾ പ്രോപ്പർ രീതി വേറെ ആരെയും അതിനുള്ള അധികാരം ലോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പം എനിക്കൊരു ഏജൻറ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ പിന്നെ എൻ്റെ കൺട്രോളിലല്ലല്ലോ അയാളുണ്ടാവും. അപ്പോൾ അയാൾ അത് പിന്നെ ആ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് ചെയ്യാന്നുള്ളതല്ല. അതിൻ്റെ രീതിക്ക് പ്രോപ്പറായിട്ട് അതിനുള്ള അതോറിറ്റിയായിട്ടൊക്കെ സമീപിച്ചിട്ട് അതിന് നിയമത്തിൽ അനുസൃതമായിട്ടാണെങ്കിൽ ഓക്കെ. ചിലപ്പം നമ്മൾ പറയുമല്ലോ, നമ്മൾ മരിക്കുന്ന ചിലർ അങ്ങനെ പറഞ്ഞിട്ട് വെക്കുമല്ലോ, അങ്ങനെയല്ലാതെ പെട്ടെന്നൊരു ഇതിൽ മരിച്ചു പോവാണ് പിന്നെ ആ ഡ്യൂട്ടി പെർഫോം ചെയ്യുക എന്നുള്ളത് ആരുടെ റൈറ്റ് അല്ല? ഏജൻറ്റിൻ്റെ റൈറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസാണ് ആർക്കുണ്ടാവുക?
ഏജന്റിന് ഉണ്ടാവാം. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് പേഴ്സണൽ ലയബിലിറ്റി ഓഫ് എൻ ഏജന്റ്. ഒരു ഏജന്റിന്റെ പേഴ്സണൽ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്.